ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ക്രോ ബോയ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹൂ ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻറ്റ്സ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അല്ലേ, ക്രോ ബോയ്. On the first day of our village school, one of the boys was found missing. അതായത് 1ാം ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ ഒരു കുട്ടിയെ കാണാതായി. He had hidden himself in a cellar in the school house. None of us knew him. He was dark and small. He looked different from the other student. He lived on the other side of the mountain. Because of his size, he was nicknamed Chibi, which means tinny boy. എന്താണ്, അവന് സ്കൂളിലെ കെട്ടിടത്തിലെ ഒരു നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിൽ ആർക്കും അവനെ അറിയില്ലായിരുന്നു. അവൻ എന്താണ്, ഒരു ഇരുണ്ട നിറമുള്ള ചെറിയ കുട്ടിയായിരുന്നു. അവൻ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അവനൊരു മലയുടെ മറുവശത്താണ് താമസിച്ചിരുന്നത്. അവൻ്റെ വലിപ്പമില്ലായ്മ കാരണം അവനെ എല്ലാവരും ചിബി എന്നാണ് വിളിച്ചിരുന്നത്. ചിബി എന്നാൽ ചെറിയ കുട്ടി എന്നാണ് അർത്ഥം. ഈ വ്യത്യസ്തനായ കുട്ടി ഞങ്ങളുടെ ടീച്ചറെ പേടിച്ച് ഒന്നും പഠിച്ചില്ല. മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും അവന് ഭയമായിരുന്നു. അതിനാൽ പഠന സമയത്തും കളിക്കുന്ന സമയത്തും അവന് ഒറ്റപ്പെട്ടുപോയി. അവൻ എപ്പോഴും ക്ലാസ്സിലെ പിന്നിലും വരിയുടെ അവസാനത്തിലുമായിരുന്നു. എന്നാൽ സമയം ചെലവഴിക്കാനും സ്വയം സന്തോഷിക്കാനും ചിബി നിരവധി വഴികൾ കണ്ടെത്തി. അവൻ തൻ്റെ ഡെസ്കിൻ്റെ മുകളിലേക്ക് വളരെ നേരം നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. He was too scared to make friends with other children. So he was left alone at study time and play time. He was always at the back of a class and at the end of a line. But Chibi found many ways to pass the time and amuse himself. He would just stare at the top of his desk for a long time. അത്രയും ഭാഗത്തിൻ്റെ മീനിങ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് നോക്കാം. Sometimes he would lie gazing at the ceiling for hours. There were many things to interest him. The design on the shirt of a boy sitting next to him or what he could see out of the window. ചിലപ്പോൾ അവന് മണിക്കൂറുകളോളം ക്ലാസ് മുറിയുടെ മുകൾ തട്ടിലേക്ക് നോക്കിക്കിടക്കും. അവനെ ആകർഷിക്കാൻ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ഷർട്ടിലെ ഡിസൈന്, അല്ലെങ്കിൽ ജനലിലൂടെ അവന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. In the playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. കളിസ്ഥലത്ത് ചിബി അടുത്തു നിന്നും ദൂരെ നിന്നും വരുന്ന മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ കണ്ണടച്ച് ശ്രദ്ധിച്ചു. And he could hold and watch insects and grubs that most of us wouldn't touch or even look at. അല്ലേ, നമ്മളിൽ മിക്കവരും തൊടാൻ പോലും മടിക്കുന്ന പ്രാണികളെയും പുഴുക്കളെയും അവനെന്ത് പിടിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. Everyone called him Slowpoke, even the children in the lower classes. But Slowpoke or not, Chibi came trudging to school every day. He always brought the same lunch, a bowl of rice wrapped in a radish leaf. Even when it rained or stormed, he still came trudging along. He would then be wrapped in a raincoat made from zebra grass. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ചെറിയ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ പോലും അവനെ സ്റ്റോപ്പോക്ക്, പതുക്കെ പോകുന്നവൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ സ്റ്റോപ്പോക്ക് ആണെങ്കിലും അല്ലെങ്കിലും ചിബി എല്ലാ ദിവസവും സ്കൂളിലേക്ക് നടന്നു വന്നു.
അവൻ എപ്പോഴും ഒരേ ഉച്ചഭക്ഷണമാണ് കൊണ്ടുവന്നിരുന്നത്. ഒരു റാഡിഷ് ഇലയിൽ പൊതിഞ്ഞ ഒരു പിടി ചോറ്. മഴയോ കൊടുങ്കാറ്റോ ഉണ്ടായാലും അവൻ നടന്നു വരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവൻ എന്താണ്, സീബ്ര പുല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു റെയിൻകോട്ട് ധരിക്കും. 5 years went by and we were in the 6th grade, the last class in school. Our new teacher, Mr. Aesop, was a friendly man with a kind smile. It was Mr. Aesop who changed the way we look at Chibi. എന്താണ് പറയുന്നത്? 5 വർഷം കടന്നുപോയി അല്ലേ? ഞങ്ങൾ 6ാം ക്ലാസ്സിലായി. കുട്ടികളെ അവസാന ക്ലാസ് ഞങ്ങളുടെ പുതിയ അധ്യാപകൻ മിസ്റ്റർ ഇസോബെ എങ്ങനെയാണ്? ദയാലുവും പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയ ഒരാളായിരുന്നു ഇസോബെ. ഞങ്ങൾക്ക് ചിബിയോടുള്ള കഷ്ടപ്പാട് മാറ്റിയത് മിസ്റ്റർ ഇസോബെ ആയിരുന്നു. മിസ്റ്റർ ഇസോബ് often took his class to the hilltop behind the school. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. He was amazed to find how much Chibi knew about all the flowers in our class garden. He loved Chibi's black and white drawings and take them up on the wall for everyone to see. He also had മിസ്റ്റർ ഇസാബോ തൻ്റെ ക്ലാസ്സിൽ അല്ലേ പലപ്പോഴും സ്കൂളിന് പിന്നിലുള്ള കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ക്ലാസ്സിലുള്ള കുട്ടികളെ. കാട്ടുമുന്തിരിയും കാട്ടുകിഴങ്ങുകളും എവിടെയെല്ലാം വളർന്നുവെന്ന് ചിബിക്ക് അറിയാമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഞങ്ങളുടെ ക്ലാസ് പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളെക്കുറിച്ചും ചിബിക്ക് എത്രമാത്രം അറിയാമെന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ചിബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അവ എല്ലാവർക്കും കാണാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭിത്തിയിൽ ഒട്ടിച്ചു. No complaints about Chibi's handwriting. Only Chibi could read it. Mr. Aesop tagged some of what Chibi wrote on the wall, and he often spent time talking to Chibi when no one was around. ചിബിയുടെ കൈയക്ഷരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ലിബി എഴുതിയ ചിലത് മിസ്റ്റർ ഇസാബ് ഭിത്തിയിൽ ഒട്ടിച്ചു അല്ലേ? ചിബി എഴുതിയത് മിസ്റ്റർ ഇസാബ് ഭിത്തിയിൽ ഒട്ടിച്ചു. ആരുമില്ലാത്തപ്പോൾ അദ്ദേഹം പലപ്പോഴും ചിബിയുമായിട്ട് സംസാരിക്കാൻ സമയം ചിലവഴിച്ചു. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Who's that? What can they stupid do up there? But they were astonished when Mr. Aesop announced that Chibi was going to imitate the cries of crows. They had more surprises coming. അതായത് ആ ഒരു വർഷത്തെ ടാലൻറ്റ് ഷോയിൽ ചിബി സ്റ്റേജിൽ പ്രത്യക്ഷമായപ്പോൾ ആർക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതാരാണ്? ആ മണ്ടന് ഇവിടെ എന്ത് ചെയ്യാനാണ് കഴിയുക? പക്ഷെ മിസ്റ്റർ ഇസോബെ ചിബി എന്ത് ചെയ്യും? കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാൻ പോകുകയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരമ്പരന്നു അല്ലേ? കാക്കകളുടെ കരച്ചിലോ? അവർക്ക് കൂടുതൽ അത്ഭുതങ്ങൾ വരാനിരിക്കുന്നുണ്ടായിരുന്നു. ചിബി ascended the stage. First he imitated the cries of newly hatched crows. Then he imitated the cries of Mother Crow and Father Crow. He then went on to show how crows cried early in the morning. He also imitated the cries of crows which were happy or sad. എല്ലാവരും ചിബി സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ ചിബി സ്റ്റേജിൽ കയറി ആദ്യം അവൻ പുതുതായിട്ട് വിരിഞ്ഞു വരുന്നത് അല്ലേ കാക്കകളുടെ കരച്ചിൽ അനുകരിച്ചു.
പിന്നെ അവന് അമ്മക്കാക്കയുടെയും അച്ഛൻ കാക്കയുടെയും കരച്ചിൽ അനുകരിച്ചു. പിന്നീട് അവന് രാവിലെ കാക്കകൾ എങ്ങനെ കരയുന്നുവെന്ന് കാണിച്ചു. സന്തോഷമുള്ളതോ ദുഃഖമുള്ളതോ ആയ കാക്കകളുടെ കരച്ചിലും അവൻ അവിടെ അനുകരിച്ചു. Everybody's mind was taken to the far mountainside from which Chippy came to the school. Now they could imagine exactly the far and lonely place where Chippy lived with his family. എന്താണ് എല്ലാവരും ചിപ്പി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അകലെയുള്ള മലഞ്ചെരുവിനെ കുറിച്ച് അപ്പോൾ ഓർത്തു. ഇപ്പോൾ ചിപ്പി തൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ദൂരവും ഒറ്റപ്പെട്ടതുമായ സ്ഥലം അവർക്ക് കൃത്യമായിട്ട് സങ്കല്പിക്കാൻ കഴിഞ്ഞു. Then Mr. Aesop explained how Chippy had learned those calls, leaving his home for a school at dawn, the returning at sunset every day for 6 long years. പിന്നീട് മിസ്റ്റർ ഇസാബോ ചിപ്പി എങ്ങനെയാണ് ആ ശബ്ദങ്ങൾ പഠിച്ചതെന്ന് വിശദീകരിച്ചു കൊടുത്തു. 6 വർഷത്തോളം എല്ലാ ദിവസവും വെളുക്കുമ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുകയും സൂര്യാസ്തമയമായ സമയത്ത് തിരികെ വരികയും ചെയ്തത് കൊണ്ട് അല്ലേ, അങ്ങനെയാണ് അവനത് പഠിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. Every one of us cried, thinking how much we had been wrong to Chippy all those long years. Even grown-ups wiped their eyes saying, yes, yes, he is wonderful. 6 വർഷത്തോളം ചിപ്പിയോട് ഞങ്ങൾ എത്രമാത്രം തെറ്റായി പെരുമാറിയെന്ന് ഓർത്ത് ഞങ്ങളിൽ ഓരോരുത്തരും കരഞ്ഞു. മുതിർന്നവർ പോലും കണ്ണ് തുടച്ചു പറഞ്ഞു, അതെ അതെ, അവനൊരു അത്ഭുതമാണ്. Chippy was the only one in our class honored for perfect attendance through all the 6 years. ആ ഒരു 6 വർഷവും കൃത്യമായിട്ട് സ്കൂളിൽ ഹാജരായതിന് ഞങ്ങളുടെ ക്ലാസ്സിൽ ആദരിക്കപ്പെട്ട ഒരേ ഒരു കുട്ടി ആരായിരുന്നു? ചിപ്പി ആയിരുന്നു. Chippy still came to the village to sell the charcoal he and his family made, by nobody called him Chippy anymore. We all called him Crowboy. Hi Crowboy. We still heard his imitate of Happy Crow as he returned home along the mountain road. ചിപ്പി ഇപ്പോഴും താനും കുടുംബവും ഉണ്ടാക്കിയ കരി വിൽക്കാൻ ഗ്രാമത്തിൽ നിന്ന് വന്നിരുന്നു. പക്ഷെ പിന്നീട് ആരും അവനെ ചിപ്പി എന്ന് വിളിച്ചില്ല. ഞങ്ങളെല്ലാവരും അവനെ ക്രോബോയ് എന്ന് വിളിച്ചു. ഹായ് ക്രോബോയ്. മലമ്പാതയിലൂടെ അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സന്തോഷമുള്ള ഒരു കാക്കയുടെ അനുകരണം ഞങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ. ഇനി ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.